റിപ്പോർട്ടർ ഇംപാക്ട്. പാലക്കാട് മലമ്പുഴയിൽ വനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധ ദമ്പതികളുടെ ദുരിത ജീവിതത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത രാമൻകുട്ടിയും ശാന്തയും 60 വർഷമായി വനത്തിനുള്ളിലാണ് ഇവർ കഴിയുന്നത്. ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ്. സർക്കാരിന് നിരവധി അപേക്ഷ നൽകിയിട്ടും സുരക്ഷിതമായി ഒരു ജീവിതം, ഒരു ഭവനം നിഷേധിക്കുന്നുവെന്ന വൃദ്ധ ദമ്പതികൾ പരാതിപ്പെട്ടിരുന്നു. ഇക്ബാൽ അറക്കൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, റിപ്പോർട്ടർ നമ്മൾ ഇത് വാർത്തയാക്കിയിരുന്നു, ഇത് പൊതുജന സമക്ഷത്തേക്ക് എത്തിച്ചിരുന്നു, ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്താണെങ്കിലും 60 വർഷമായിട്ടുള്ള ദുരിത ജീവിതത്തിന് ഇനിയെങ്കിലും ഒരു അന്ത്യമാകും. ഇവർ ആഗ്രഹിച്ചതുപോലെ ഒരു സമാധാനപൂർണ്ണമായ സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഇവർക്ക് ലഭിക്കും എന്ന് നമുക്ക് കരുതാം, അല്ലേ ഇക്ബാൽ? ഷിഹാസ്, തീർച്ചയായും ഈ വൃദ്ധ ദമ്പതികളായിട്ടുള്ള രാമൻകുട്ടിയും അതുപോലെ തന്നെ രാമൻകുട്ടിയുടെ ഭാര്യ ശാന്ത അമ്മയും ആ രണ്ടുപേരും വലിയ രീതിയിലുള്ള ദുരിതമാണ് ആ മലമ്പുഴയിലെ വനത്തിനകത്തെ ആ വീട്ടിൽ അനുഭവിച്ചിരുന്നത്. 60 വർഷം മുമ്പായിരുന്നു അവർ കോട്ടയത്ത് നിന്ന് ആ പ്ലാന്റേഷൻ ജോലിക്ക് വേണ്ടി മലമ്പുഴയിലേക്ക് എത്തിയത്. ആ സമയത്ത് പിന്നെ അവിടെ ചെറിയൊരു വീട് വെച്ച് താമസം ആരംഭിച്ചു. പക്ഷേ ആ വീടിന് രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വീടിന് സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് മടങ്ങി. കാരണം വന്യജീവി സംഘർഷം അതിനോടൊപ്പം തന്നെ തുടർച്ചയായി അവിടെ ഈ മരങ്ങളെല്ലാം വീണ് വീടുകളെല്ലാം തകർന്ന സാഹചര്യത്തിലായിരുന്നു അവരെല്ലാം മടങ്ങിയത്. സമാന രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ രാമൻകുട്ടിയും അതുപോലെ തന്നെ ശാന്താമ്മയും അവിടെ സഹിച്ചിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് മാറണം, ജീവിതം കുറച്ച് സുരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പതിറ്റാണ്ടുകളായി അവർ പല സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. നിരവധി ആളുകൾക്ക് നിവേദനങ്ങളും അതുപോലെ തന്നെ അപേക്ഷയും എല്ലാം നൽകുന്നു. പക്ഷെ ആരും തന്നെ അവരുടെ ഈ ദുരിതം കണ്ടില്ല ഇത്ര കാലം. ഇപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെയും ജീവിതം, ഈ ദുരിത ജീവിതം വാർത്തയായതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അതിവേഗ ഇടപെടൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാമൻകുട്ടിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെട്ട് ഈ വനത്തിനകത്ത് കഴിയേണ്ടി വന്നത്? എന്തുകൊണ്ട് അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ജില്ലാ കളക്ടർക്കാണ് അത്തരത്തിലൊരു പരിശോധന നടത്തി അല്ലെങ്കിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ അയ്യപ്പൻപറ്റ മേഖലയിലേക്ക് എത്തി ഈ വനത്തിനകത്ത് ഇവർ താമസിക്കുന്ന മേഖലയിലേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിച്ച് എന്തുകൊണ്ട് ഇവർക്ക് ഈ സുരക്ഷിതമായിട്ടുള്ളൊരു ഭവനം ഒരുക്കിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സർക്കാരിലേക്ക് തന്നെ റിപ്പോർട്ട് അയക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 60 വർഷമായി ഈ കുടുംബം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ച ആ മലമ്പുഴയിലെ വനത്തിനകത്ത് ആ ചെറിയ കുടിലിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് പല സമയത്തും അവിടെ മരം വീണ വീട് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പല സമയങ്ങളിലും അവിടെ വന്യജീവികൾ എത്തി അവർക്ക് ജീവിക്കാൻ തന്നെ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് അവർ പലതവണ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി, പല പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങി പരാതികൾ നൽകിയതാണ്. പക്ഷേ ആ പരാതികളൊന്നും ആരും പരിഗണിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ആ സംഭവം വാർത്തയായതിനു പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ മലമ്പുഴയിൽ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്ന A സുരേഷും ഒരു ഇടപെടൽ നടത്തിയിരുന്നു. A സുരേഷിന്റെ നേതൃത്വത്തിൽ ഈ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ വെച്ച് സർക്കാരിന് പരാതി അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതിവേഗ ഇടപെടൽ വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഷിഹാസ്, ശരി ഇക്ബാൽ, അവരുടെ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ ദുരിതമാണ്. പാലക്കാട് മലമ്പുഴയിലെ വനത്തിലാണ് ഒറ്റപ്പെട്ട വൃദ്ധ ദമ്പതികൾ കഴിഞ്ഞ 60 വർഷമായി ദുരിത ജീവിതം നയിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് അടച്ചുറപ്പുള്ള ഒരു നല്ല വീട്, അവരുടെ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതമൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം.